നല്ല രുചി. ഹലോ സാർ, ഞാൻ ഹെൻറി, സ്കോട്ട്ലൻഡ് യാർഡിന്റെ ചീഫാണ് ഞാൻ. ഹലോ മിസ്റ്റർ ഹെൻറി, ഐ എം ഇൻസ്പെക്ടർ ചെങ്കം ഫ്രം ഫുർഫുറെ നഗർ, ഇന്ത്യ. ഓ യെസ് യെസ്, നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ല, ഞങ്ങൾ ഇത്രയും ഫേമസ് ആയിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളെ അറിയാൻ വഴിയില്ലല്ലോ. ഓ യെസ് യെസ്, സ്കോട്ട്ലാൻഡ് പോലീസിന്റെ അടുത്ത് എല്ലാ കൺട്രിയുടെയും ഇൻഫർമേഷൻ ഞങ്ങളുടെ ഉണ്ടാവും. ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ. ഇതാണ് ഞങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ജഡ്ക. അദ്ദേഹത്തിന്റെ പേര് ഘസീട്ടറാമെന്ന. നൈസ് മീറ്റിംഗ് യു ഓൾ. നിങ്ങളോടൊരു സഹായം തേടി വന്നതാണ് ഞാൻ. നിങ്ങൾ എത്ര വലിയ വലിയ ക്രൈംസ് ഒക്കെയാണ് സോൾവ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടി വരും. പറഞ്ഞോളൂ, ഞങ്ങൾ ഏതായാലും ശ്രമിച്ചു നോക്കാം. ഇന്റലിജൻസിൽ നിന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആരോ ക്വീനെ ആക്രമിക്കാൻ ഇരിക്കുകയാണ്. നിങ്ങൾ വലിയ വലിയ ക്രൈംസ് ഒക്കെ സോൾവ് ചെയ്യുന്നതല്ലേ, പ്ലീസ് എന്നെ ഒന്ന് നിങ്ങൾ സഹായിക്കണം. ഓഹോ, ഇത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ. ഞങ്ങൾ എന്തായാലും പരിശ്രമിക്കാം. ഞങ്ങളുടെ കൂടെ നിങ്ങളും വന്നോളൂ കേട്ടോ. ഇല്ല ഇല്ല, എനിക്കിതിൽ ഇൻവോൾവ് ആകാൻ പറ്റില്ല. ഞാൻ സ്കോട്ട്ലാൻഡിന്റെ ചീഫാണ്. എന്നെയും എന്റെ ആളുകളെയും പാലസിലുള്ള എല്ലാവർക്കും ഞങ്ങളെ അറിയാം. ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് വന്നാൽ ഞങ്ങൾക്ക് അവരെ കുറിച്ചുള്ള കാര്യം അറിഞ്ഞുവെന്ന് അവർ സംശയിക്കാൻ സാധ്യതയുണ്ട്. മതി 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 മതി, ഇനി നിങ്ങൾ ഒരു വാക്ക് പോലും പറയണമെന്നില്ല. ഞങ്ങൾ മാത്രം അകത്തേക്ക് പോയി ഈ കേസ് സോൾവ് ചെയ്തോളാം. യെസ്, ഞങ്ങൾ ഇനി കുറ്റവാളികളെ പിടിച്ചിട്ട് മാത്രമേ ശ്വാസം വിടുകയുള്ളൂ. ഇത് സത്യം. സോറി സോറി. It's okay, no problem. വരൂ, നിങ്ങൾക്ക് ഒരു സീക്രട്ട് പാത ഞാൻ കാണിച്ചു തരാം പാലസിനകത്തേക്ക് പോവാൻ വേണ്ടി. അകത്തേക്ക് പോയിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയെങ്കിലും ആ കില്ലറിനെ പിടിച്ചു കൊണ്ടുവരണം. ഇത് ക്വീനിന്റെ ജീവൻ പ്രശ്നമാണ്. യെസ് യെസ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾ തീർച്ചയായും അവനെ പിടിച്ചിരിക്കും. എന്റെ അമ്മ. ഒരു മിനിറ്റ്, ഇത് കമാൻഡോ സ്റ്റൈലിൽ വേണം. ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൂവ് ഫോർവേഡ്, ഓപ്പൺ. ഓക്കേ, ഓൾ ക്ലിയർ, ഗോ അഹെഡ്. നിങ്ങൾ എന്നെ വീഴ്ത്താൻ നോക്കുന്നത്? ഇല്ല, ഇതെന്തൊരു ശബ്ദം കേൾക്കുന്നത്? ചേട്ടാ, എന്റെ ചങ്കന്റെ ബ്രോ, ഇത് അലാറം അല്ലേ? ഇൻട്രൂഡർ, എല്ലാരും അലർട്ട് ചെയ്യൂ. അകത്താരോ വന്നിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ട് പോവരുത്. എങ്ങനെയെങ്കിലും പിടിക്കൂ. എന്താ ഇത്, രക്ഷിക്കാൻ വന്ന് നമ്മൾ തന്നെ ക്രിമിനൽ ആയല്ലോ. എവിടെ വിളിക്കാം? മോണിറ്ററിൽ ഞാൻ കണ്ടു, അവരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. മോട്ടു, ഒച്ച വെക്കാതിരിക്കോ പ്ലീസ്. എന്റെ പത്ലു, ഇനി എനിക്ക് താങ്ങാൻ കഴിയില്ല. അവരെ പിടിക്കൂ വേഗം. സറണ്ടർ.
പത്ലു, ആ? നമുക്കിടയിൽ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ആരും ഇല്ലല്ലോ അല്ലേ? ഇവരൊക്കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ അന്വേഷിക്കാന്നാ തോന്നുന്നത്. അയ്യേ മോട്ടു, അവര് സറണ്ടർ എന്നാ പറഞ്ഞേ. അതിന്റെ അർത്ഥം ഇനി ഓടാൻ പാടില്ല എന്നാ. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ, എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ! ഡോക്ടർ ചട്ക, ഫ്ലൈയിങ് ഹെൽമെറ്റ് എടുക്കൂ. ഉം. ഉഹും. ആ. ഏയ്, നിൽക്ക് നിൽക്ക്. ഏയ്, അവരെ പിടിക്ക എത്രയും പെട്ടെന്ന്. നിൽക്കൂ നിൽക്കൂ. അതാ അങ്ങോട്ടാ പോവണ്ടേ. ഹെൻറി സാറിന് ഫോൺ വിളിക്ക്. ഹെൻറി സാറിനെ വേഗം വിളിക്ക്. പാലസിലേക്ക് ആരോ പ്രവേശിച്ചിരിക്കുകയാണ്. അവനെന്തിനാ ഹെൻറി ഹെൻറി ഇങ്ങനെ നിലവിളിക്കുന്നത്? ആ സ്കോട്ട്ലാൻഡ് പോലീസ് അയാളുടെ പേരും ഹെൻറി എന്നല്ലേ പറഞ്ഞത്? എനിക്ക് തോന്നുന്നത് ആരോടെങ്കിലും ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഹെൻറി എന്ന് പറഞ്ഞത് ആരാടോ? എന്തിനാ നീ ഹെൻറി സാർ എന്ന് പറഞ്ഞോണ്ടിരുന്നത്? അദ്ദേഹം സ്കോട്ട്ലാൻഡിലെ പോലീസ് അല്ലേ? ഇതെന്നെ അടിക്കുന്നതിന് മുമ്പ് എന്നെ ചോദിക്കാൻ പാടില്ലേ? അങ്ങനെ ഞങ്ങളുടെ ബോസാണ്. ചേട്ടാ എന്റെ ഗാർഡ് സുഹൃത്തേ, അവർ സ്കോട്ട്ലാൻഡ് യാർഡിന്റെ ബോസ് അല്ലേ? നിന്റെ ബോസ് അല്ലല്ലോ. ഇല്ല ഇല്ല, സ്കോട്ട്ലൻഡ് യാർഡിന്റെ ബോസ് ജോസഫ് മാത്യൂസ് ആണ്. ഹെൻറി ഒന്നും അല്ല. ഹെൻറി ഞങ്ങളുടെ ബോസ് ആണ്. ദേ നോക്കൂ അദ്ദേഹത്തിന്റെ ഫോട്ടോ. മോട്ടോ, ഇതിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇദ്ദേഹം ഇവരുടെ ചീഫാണെങ്കിൽ സ്കോട്ട്ലൻഡ് യാർഡിന്റെ ചീഫാണെന്ന് ഇദ്ദേഹം എന്തിനാ കള്ളം പറഞ്ഞേ? ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കേണ്ടത്? ക്വീനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം തന്നെയാണ്. എന്നിട്ട് നമ്മളെ അതിൽ കുടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വന്നപ്പോ അലാം അടിച്ചത്. പൊളിക്കടുത്തല്ല. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ആദ്യം നമുക്ക് എല്ലാവർക്കും വേഗം തന്നെ ക്യൂനിന്റെ റൂമിലേക്ക് എത്തിപ്പെടണം. പോവാം. മോട്ടോ, നിർത്താണ്ട് ഓടിക്കോ. ഞാൻ നിക്കൂല പത്ലു. ദേ കണ്ടോ? ആരോ നിങ്ങൾ? എവിടെ പോകുന്നു? പൊളിക്കടുത്തല്ല. തനിക്ക് ഇവരെ മനസ്സിലായില്ലേ? ഇവരാണ് മോട്ടു പത്ലു. മോട്ടു പത്ലു? ഏത് മോട്ടു പത്ലു? നമ്മുടെ തീം സോങ് ഒന്ന് പ്ലേ ചെയ്തേ. ആ. പോവാം. എന്റെ അമ്മോ, നിക്കേ, നിങ്ങൾ ഇവിടെ എങ്ങനെ വന്നോ? അത് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാമോ? ഫോട്ടോ എടുക്കാനോ? എടുത്തോ എടുത്തോ എടുത്തോ. ഗുഡ് പോസ്. റെഡി? തോക്ക് എന്റെ കയ്യിലേക്ക് താ. നിങ്ങളെങ്ങനെ ഇവിടെ വന്നത്? അതെ മിസ്റ്റർ ഹെൻറി, ഞങ്ങൾ തന്നെ കേട്ടോ. നീയല്ലേ ഇതിനകത്ത് വരാൻ വഴി കാണിച്ചു തന്നത്. നീ സ്കോട്ട്ലാൻഡ് പോലീസിന്റെ ചീഫ് അല്ല, നീ ഈ കൊട്ടാരത്തിന്റെ ചീഫാണ്. എന്തൊക്കെയാ സംഭവിക്കുന്നത്? ആരാ നിങ്ങളൊക്കെ? ഹെൻറി, എന്താ ഇതെല്ലാം? എക്സ്ക്യൂസ് മീ, ഐ വിൽ ടെൽ യു മാഡം ക്വീൻ. ഈ ഹെൻറിക് നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്ത്? ഹെൻറി, എന്താ ഇത്? മാഡം ക്യൂൻ, നിങ്ങൾ മിണ്ടാതിരിക്കൂ. ഇവൻ ഇങ്ങനെയൊന്നും പറയില്ല. എന്റെ പത്ലു, ഇവനാണ് സുരേന്ദ്രനെങ്കിൽ നമ്മളോട് എന്തിനാ ഹെൻറി എന്ന് പറഞ്ഞത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതെ മോട്ടോ, അദ്ദേഹത്തിന്റെ പേര് സുരേന്ദർ എന്നല്ല, അദ്ദേഹം ഐ സറണ്ടർ എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്നെ അടിക്കല്ലേ എന്നാണ്. അതെങ്ങനെയാ അടിക്കാതിരിക്കുക? നീ ഞങ്ങളെയൊക്കെ കൊടുക്കാൻ നോക്കിയവനല്ലേ? ഹെൻറി, നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? മാം,
എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ കൊല്ലുകയാണെങ്കിൽ $30 മില്യൺ തരാം എന്ന് എനിക്ക് ഓഫർ തന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത്. എന്നോട് ക്ഷമിക്കണം. ഗാർഡ്സ് ഇവനെ കൂട്ടിക്കൊണ്ടു പോകൂ. ഡിയർ മോട്ടു പത്ലു, നിങ്ങൾ എല്ലാവരും എന്റെ ഗസ്റ്റായി കുറച്ചുനാൾ ഈ പാലസിൽ ഉണ്ടായിരിക്കണം. ഡിയർ മോട്ടു പത്ലു, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങളുടെ ജീവനെ കുറിച്ച് ആലോചിക്കാതെ എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഞാൻ സോർ എന്ന പദവി നൽകിയിരിക്കുന്നു. കൊള്ളാലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.